സിന്ധു നദി, അതിന്റെ പോഷക നദി, ഈ നദികളിലെ ജലം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പങ്കിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉടമ്പടി സ്ഥാപിച്ചത്. 1960 സെപ്റ്റംബർ മാസം 19 തീയതിയാണ് ഇന്ത്യയും പാക്കും തമ്മിൽ ഈ കരാറിൽ ഒപ്പുവെച്ചത്. നീണ്ട 9 വർഷത്തെ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു കരാറുമായി ഇരു രാജ്യങ്ങളിലും തമ്മിൽ ഒപ്പുവെക്കുന്നത്. ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് ലോകബാങ്കാണ്. 1960 സെപ്റ്റംബർ മാസം 19 തീയതിയാണ് അത് ഒപ്പുവെച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവും ഒപ്പം തന്നെ പാക് പ്രധാനമന്ത്രി അയൂബ് ഖാനും തമ്മിലാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. പിന്നീട് ആകെ 6 നദികളാണുള്ളത്. 6 നദികളിൽ സിന്ധു നദിയിലെയും പോഷക നദികളുടെയും ജലം ഇരു രാജ്യങ്ങൾക്കും പങ്കിടാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ചർച്ച നടന്നത് ലോകബാങ്കിന്റെ നേതൃത്വത്തിലാണ്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, അത് 9 വർഷം നീണ്ട മധ്യസ്ഥതയ്ക്കൊടുവിലാണ് ഈ കരാർ നിലവിൽ വന്നത്. 3 നദികൾ, ഈ പ്രധാനപ്പെട്ട 3 നദികളിലെ നിയന്ത്രണം ഇന്ത്യക്കാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട 3 നദിയിലെയും വെള്ളം ഇന്ത്യയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള 3 നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ജലത്തിൻ്റെ 30% ഇന്ത്യക്കും മറ്റുള്ള 70% പാകിസ്ഥാനുമാണ് ഉള്ളത്. 30% വെള്ളം മാത്രമാണ് ഇന്ത്യക്കുള്ളത്, 70% പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടി പ്രകാരം ഉള്ളത്. ഈ നിയന്ത്രണമുള്ള മേഖലകളിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വെള്ളം എടുക്കുന്നത് കാർഷിക ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഏത് തരത്തിലാണ് ഇത് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൃഷി, സമ്പദ് വ്യവസ്ഥ, ജനജീവിതം എന്നിവയെ സാരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ സാരമായി തന്നെ ബാധിക്കും. ഈ 3 നദിയിലെ വെള്ളം കൊണ്ടാണ് പാകിസ്ഥാനിലെ വിവിധ മേഖലകളിലേക്കുള്ള, പ്രത്യേകിച്ച് പഞ്ചാബ് അടക്കമുള്ള പ്രവിശ്യകളിൽ കൃഷി ചെയ്യുന്നത്. പാക് കൃഷിഭൂമിയിൽ വരുന്ന 80% സിന്ധുവിലെയും പോഷക നദിയിലെയും ജലം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ജലലഭ്യത കുറഞ്ഞാൽ ഉൽപ്പാദനം കുറയും, കാർഷിക ഉൽപ്പാദനം കുറയുകയും അത് വിളകൾക്ക് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും. പഞ്ചാബ് പ്രവിശ്യയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്. ഗോതമ്പ്, അരി, കരിമ്പ് വിളകൾ പൂർണ്ണമായും വെള്ളത്തിൻ്റെ ലഭ്യത കുറയുന്നത് മൂലം അത് നശിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, ഭക്ഷ്യവില വർധനവ് രൂക്ഷമാകും. ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. ജീവനോപാധി നഷ്ടപ്പെട്ടാൽ കറാച്ചിയിലും ലാഹോറിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അജിത്.